ജോലി ചെയ്യുന്ന സമയം ജഡ്ജിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ യാദൃശ്യമായിട്ട് വരികയും ഞാൻ പ്രാക്ടീസ് തുടങ്ങി കുറച്ചു കാലം ഞാൻ ഇവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് വെച്ചിട്ടാണ് പരിസംഖ്യ അടയ്ക്കാൻ പറ്റിയില്ല, അതിന് പോയി. പിന്നീട് കുറെ കാലം ഈ ശനിയാഴ്ച എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ വന്നിറങ്ങുന്നവരോട് ഞാനും ഉണ്ടായിരുന്നു. അധികകാലം ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. ചുരുങ്ങിയ കാലമായിരുന്നു തന്നെ വളരെ വലിയൊരു സൗഹൃദ വൃത്തമൊന്നും എനിക്ക് കോട്ടയത്ത് സൗഹൃദ വലയമൊന്നും കോട്ടയത്ത് ഉണ്ടായില്ല. കുറച്ച് സുഹൃത്തുക്കൾ അന്നുണ്ടായിരുന്നവർ ഇന്നും എൻ്റെ സഹോദരങ്ങളെ പോലെ എൻ്റെ സുഹൃത്തുക്കളാണ്. അവരോടുള്ള ബന്ധമൊക്കെ നിലനിൽക്കുന്നത്. പക്ഷേ കോട്ടയത്ത് ബാറിലേക്ക് വരുന്നത് വളരെ കുറഞ്ഞു. ഞാനിവിടെ കേസ് നടത്താൻ വന്ന ആകെ 2-3 കേസുകൾ, അത്യാവശ്യം 3 കേസുകൾ കോടതിയിലുള്ള മറ്റു ഫോറങ്ങളിൽ കേസ് നടത്താൻ മാത്രമേ ഞാൻ എറണാകുളത്ത് പോയതിനു ശേഷം വക്കീലെന്നുള്ളതുകൊണ്ട് കോട്ടയത്തിൽ നിന്ന് തുടക്കത്തിലുള്ള ബന്ധം വേണ്ട തീവ്രതയോടെ നിലനിർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിലും മുന്നോട്ട് വരികയെന്നുള്ള രാജ്യത്തെ ചുമതല എനിക്ക് കണ്ടിരുന്നു. പക്ഷേ 2 സന്ദർഭങ്ങളിൽ അതുപോലെ വരാൻ കഴിയാതെ പോയി. ഞാനാണെങ്കിൽ വളരെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ പരിപാടിയിലുള്ള ക്ഷണം. ഞാൻ തന്നെ സ്വാതന്ത്ര്യ സെക്രട്ടറി സൂചിപ്പിച്ചോളാം. ഞാൻ അന്ന് വന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ദിവസം കോട്ടയത്ത് വരാൻ വേണ്ടി വിളിച്ചിട്ട് തീരുമാനിച്ച് വന്നതാണ്. എല്ലാവരും ഒരുമിച്ച് കാണാനായിട്ട് കിട്ടിയ ഒരു സന്ദർഭത്തിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ആകെ മുതിർന്ന ആളുകളോട് ഒരുമിച്ച് കാണുന്നതോട് സന്തോഷപ്പെടുന്നതോട് ഇവിടെ പുതിയ തലമുറയിലുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അഭിമാനം തോന്നിക്കുന്ന ഒരു കേന്ദ്രമായിട്ട്, ഒരു സെന്ററായിട്ട്, ഒരു പാറായിട്ട് നമ്മുടെ കോട്ടയത്തെ പാറ നിലനിന്നു പോകുന്നത്. അതിൻ്റെ ഒരു പാരമ്പര്യം കൈവിടാതെ അതിൻ്റെ ഒരു തുടർച്ചക്കാരുടെ ഓരോ തലമുറയിലും വരുന്ന അഭിഭാഷകർ മതിയായ തയ്യാറെടുപ്പോടെ കോടതികളിൽ പോയി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത്, അതുപോലെ തന്നെ കോടതിയിൽ പാലിക്കേണ്ട മാന്യതകൾ പാലിച്ച് തൊഴിലിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ മാന്യതകൾ മനസ്സിലാക്കി അതിനെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ സൽപ്പേര് നിലനിൽക്കുന്നത്. ആ സൽപ്പേര് നിലനിർത്തുക എന്നുള്ളത് ഓരോ തലമുറയിലും മാറി മാറി വരുന്ന ആളുകളുടെ ചുമതലയാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ സീനിയറിനെ മാത്രമല്ല, അവരുടെ സീനിയർ അല്ലെങ്കിൽ അവരുടെ ഒഴുത്ത സീനിയർമാരുണ്ട്. അങ്ങനെ ഒരു വലിയ പാരമ്പര്യമുണ്ട്. ഇവിടെ ഈ ഗുരുക്കന്മാരെ കുറിച്ചുള്ള മക്കൾ തന്നെ എങ്ങനെയാണ് ഈ സന്യാസിമാരൊക്കെ പ്രസംഗം പ്രാർത്ഥന പോലൊരു ശ്ലോകം ചൊല്ലാറുണ്ട്. അത് വളരെ അപൂർവം വരെ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് എന്തായി പറയുന്നത്. ഇപ്പോൾ സന്യാസിമാർ പറഞ്ഞു പറയാറുണ്ട്, സദാശിവ സമാഗമം പറയുന്ന ഒരു ശ്ലോകമാണില്ല. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: പരമശിവനിൽ ആരംഭിക്കുന്ന ശങ്കരാചാര്യ, അത് കഴിഞ്ഞ് എൻ്റെ വലിയ ഗുരുപരമ്പരയെ മുഴുവൻ നമസ്കരിക്കുന്നു, അവരെ നമസ്കരിച്ചിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങുന്നു എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ആര് വലിയ വളരെ അർത്ഥസമ്പുഷ്ടമായിട്ട്. അപ്പൊ നമ്മുടെ സീനിയർ മാത്രമല്ല നമുക്ക് ഗുരുവാകുന്നത്, അവരുടെ സീനിയർ അല്ലെങ്കിൽ അതിന്റെ സീനിയർ, ചുറ്റുമുള്ള ആളുകൾ, ഇവരെല്ലാവരും ഒരർത്ഥത്തിൽ തന്നെ നമ്മുടെ രൂപപ്പെടുത്തുന്ന ഒരു രീതി പങ്കുവയ്ക്കുന്നു. സംസ്കൃതത്തിലെ വേറൊരു വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. അത് അഭിഭാഷക വൃത്തിയുടെ കാര്യത്തിൽ വളരെ കൃത്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ആചാര്യ പാദപാദത്താൽ ഒരു ശ്ലോകമാണ്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഒരു മനുഷ്യന്റെ വിജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനമല്ല എല്ലാവരും രൂപപ്പെടുത്തുന്നതിൽ ആചാര്യൻ ഒരു പാദം എന്നുള്ള കാൽഭാഗം എന്ന് പറഞ്ഞില്ല. ആചാര്യൻ കൊടുക്കുന്നത് കാൽഭാഗമാണ്. പിന്നെ ശിഷ്യൻ സ്വന്തമായിട്ട് ആർജിക്കുന്നത് മറ്റൊരു കാൽഭാഗം. പിന്നെ ഒരു കാൽഭാഗം നമുക്ക് ലഭിക്കുന്നത് കൂടെയുള്ള ആൾക്കാരിൽ നിന്ന്, നമ്മുടെ കൊളീഗ്സിൽ, നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്ന്. പിന്നെ ഒരു കാൽഭാഗം ആർജിക്കുന്നത് കാലക്രമേണ തോതിലാണ് അത് ശ്രമം തീരുന്നത്. അത് നമ്മുടെ അനുഭവം കൊണ്ട്, പരിചയം കൊണ്ട് നമ്മൾ കാലക്രമത്തിൽ ആർജിക്കുന്നത്. വക്കീൽ ജോലിയെ കുറിച്ച് ഇത്ര നല്ല വേറൊരു വിവരണം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോ കോളേജിൽ നിന്ന് കിട്ടുന്നത് കാൽഭാഗം തന്നെ തികച്ചുണ്ടോ എന്നുള്ളത് സംശയമാണ്. പിന്നെ നമ്മുടെ പ്രയത്നം കൊണ്ടാണ് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെയുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അതൊന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കി, ഒബ്സർവേഷനിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ ആർജിക്കുന്ന ഒരു ജ്ഞാനമാണ്. പിന്നെ നമ്മുടെ പ്രവൃത്തി പരിചയങ്ങൾ വർഷങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയാണ് വക്കീലിന്റെ ഒരു പൂർത്തി എത്തുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ കുറെ അധികം ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു ചെറിയ വ്യക്തിപരമായിട്ട് ഞാൻ ഓർക്കുന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും. ഞാൻ എറണാകുളത്ത് ഒരു പ്രാക്ടീസ് തുടങ്ങി. ഞാൻ നിയമം മാത്രമല്ല സീനിയർമാർ പഠിപ്പിക്കുന്നത് ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ ഉദാഹരണം പറയാനായിട്ട് ഞാനൊരു പഴയ ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു കോടതിയിൽ പോയിട്ട് കുറച്ച് ടെൻസായിട്ടൊരു കേസിന് വേണ്ടിയിട്ട് പോയി നിൽക്കുകയാണ്. അത് ഞാൻ പോയി നിന്ന സമയം പോലെ എൻ്റെ മനസ്സിലെ പ്രാർത്ഥന ഇത് വിളിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഉത്സവം കേൾക്കുന്ന മതിയായിരുന്നു. ഞാനിത് പറയാൻ ഇടയാകരുത് എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുന്നു.
അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച കാര്യം. അപ്പോൾ കുറെ നേരം ഞാനിങ്ങനെ മുമ്പോട്ട് നോക്കി വിളിക്കുന്നുണ്ടോ എന്ന് നോക്കും. ഇങ്ങനെ വാതിലേക്ക് പോകും. ഇങ്ങനെ വരവിടുന്നുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ തല തിരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സാർ ഇങ്ങനെ കയറുമോ, എനിക്ക് ആശ്വാസം. അപ്പൊ ഞാൻ വേഗം തിരിച്ച് സാറിന് അടുത്തേക്ക് വന്ന് സാറിന് ഫയൽ കൊടുക്കും. അപ്പൊ സാർ എന്റെ ഓടി പിടിച്ച് ഇങ്ങനെ തിരിച്ചു നിർത്തി എന്നോട് സമയത്ത് ഞാനല്ല ശരിക്കും. അപ്പൊ അതെന്റെ ജീവിതത്തിൽ വലിയ പാഠമാണ്. ഞാൻ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് പുറന്നിട്ട് നിൽക്കാതെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ സ്വയം ഒരു സീനിയർ ആയി കഴിഞ്ഞിട്ട് എന്റെ കൂടെ പല ആളുകളും വന്ന സമയത്ത് ഒരു 3 സന്ദർഭത്തിൽ ഇത് എനിക്ക് പറയേണ്ടി വന്നു. ഞാൻ ചെല്ലുമ്പോൾ എന്റെ കൂടെ തിരിക്കുന്നു. ഞാൻ ഇതുപോലെ രണ്ടുപേരും തിരിച്ചു ഞാൻ ഇങ്ങനെ വൈകിട്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞു ഉത്സാഹം എന്റെ തോളിൽ ഇങ്ങനെ കഴിച്ച് തിരിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞപ്പോഴേ ഞാൻ തിരിച്ചു പറഞ്ഞു. ഞാനിത് പറഞ്ഞത് ഇങ്ങനെയാണ് പലതും നമ്മൾ കൈമാറി പോകുന്നത്. അത് നിയമ പുസ്തകങ്ങളിൽ കൂടെ മാത്രമല്ല, അഭിഭാഷക വൃത്തിയുടെ പാരമ്പര്യവും സംസ്കാരവും കൈമാറി പോകുന്നത് പല വിധത്തിലാണ് കൈമാറി. healthy mind is a healthy body. The most important tool of an advocate is his forensic brain, by which he analyzes facts, uses appropriate words and claims, and navigates the various facets of statutes, precedents, etc. in the courtroom, and also adducing evidence. For all this, he needs a very sharp and keen brain to develop various skills. As you all know, football is a competitive sport which creates physical stamina, strength, etc. for the players who participate in it, and also creates entertainment and thrill for the audience. I am sure that the younger generation of this bar would take care of the physical health, develop a sharp mental ability and skill to navigate through the cobwebs of law, so that the rich tradition of the Thank you, Professor. Thank you, അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സും വിഭാഗങ്ങളും അടങ്ങിയിട്ടുള്ള അംഗങ്ങൾ ഫോം ചെയ്തിട്ടുള്ള ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റ് നമ്മുടെ ബാർ അസോസിയേഷനെ 1 ലക്ഷം രൂപയുടെ ഒരു FD ഏൽപ്പിച്ചിട്ടുണ്ട്. ആ FDയിൽ നിന്നും ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എടുത്തിട്ട് നമ്മുടെ പല പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1-2 വർഷമായിട്ട് മറ്റ് പ്രോഗ്രാമുകളില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് എഡീഷൻ കഴിഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നടക്കാം. സെക്കൻഡ് എഡീഷനിലേക്ക് അതിൻ്റെ ഫണ്ട് ഉപയോഗിക്കാം. ഈ വർഷം നമ്മൾക്ക് KP ഗോപാലൻ നായർ മെമ്മോറിയൽ ട്രസ്റ്റിൽ നിന്നും 50,000 rupees-ആണ് അവർ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ ടൂർണമെന്റിന് ഭാഗമായിട്ടുള്ളത്. വളരെ സന്തോഷം. KP ഗോപാലൻ നായർ സാറിനെ കുറിച്ച് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താനാണെങ്കിൽ അദ്ദേഹം ഈ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ട് 1986, 1990 കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രസിഡന്റായിരുന്നു. അദ്ദേഹം പ്രാക്ടീസ് ആരംഭിച്ചത് തിരുവല്ലയിലാണ്. അതിന് പാലയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. അതിനുശേഷം അദ്ദേഹം കോട്ടയത്തേക്ക് വന്നു. കോട്ടയത്ത് വന്നിട്ട് അദ്ദേഹം ജുഡീഷ്യൽ സർവീസിൽ ചേർന്നു. 2 വർഷത്തിനകത്ത് തന്നെ അദ്ദേഹം ആ ജുഡീഷ്യൽ സർവീസ് ഉപേക്ഷിച്ച് വീണ്ടും പ്രാക്ടീസ് രംഗത്തേക്ക് വന്നു. പ്രാക്ടീസിൽ അദ്ദേഹം ക്രിമിനൽ രംഗത്ത് അധികാരികനായിട്ട് കോട്ടയത്തെ അധികാരികനായ അഭിഭാഷകനായിരുന്നു. ബാർ കൗൺസിൽ മെമ്പറായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ട്രസ്റ്റിനോട് ഈ സ്നേഹം ഞങ്ങൾ പങ്കുവെക്കുന്നു. ആ ട്രസ്റ്റിൽ നിന്നുള്ള ഒരു ഡൊണേഷൻ സ്വീകരിക്കുന്നതിന് വേണ്ടി ഗോപാലകൃഷ്ണൻ സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കുന്നതിന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ക്ഷണിക്കുന്നു.
ബാർ അസോസിയേഷൻ്റെ പ്രശ്നമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഗോപാലകൃഷ്ണൻ. Keeping the spirit and unity of the Kottayam Bar Association and Indian access. I wish all all participants and also I wish you a happy Christmas and a very happy New Year. Thank you all.
സുപ്രീം കോടതിയിലെ പ്രമുഖരായ ന്യായാധിപന്മാർ നമ്മുടെ ബാർ അസോസിയേഷന് തീർച്ചയായും സുപ്രീം കോടതിയിൽ അതിനെ ഏറ്റവും പ്രാമുഖ്യമായ പദവിയിലേക്ക് യാതൊരു സംശയം. അതുപോലെ തന്നെ കോട്ടയം ബാർ അസോസിയേഷനെ സംബന്ധിച്ചാൽ അഭിമാനപൂർവമായ മറ്റൊരു നേട്ടമുണ്ടായിരുന്നു. നമ്മുടെ ബാർ അസോസിയേഷനിലെ മെമ്പറായ ബഹുമാന്യനായ ഡോക്ടർ കുര്യൻ കേന്ദ്ര സഹമന്ത്രിയായത് അദ്ദേഹവും ഈ ബാർ അസോസിയേഷനിലെ നമ്മളോടൊപ്പം പ്രാക്ടീസ് ചെയ്തിരുന്ന വ്യക്തിയാണ്. തീർച്ചയായും ഈ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരുടെ ഐശ്വര്യമാണ് ഈ ബാർ അസോസിയേഷനിലെ അംഗങ്ങൾക്ക് ഉന്നതമായ പദവി ഈ കാലയളവിൽ ലഭിക്കാൻ സാധിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ദിനമായ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ ബാർ അസോസിയേഷൻ നമുക്ക് ഈ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിക്കുവാൻ സാധിച്ചത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാന മുഹൂർത്തമാണ്. സൺഡേ സ്കൂളിലെ സ്ഥിരം സ്റ്റുഡൻ്റ് ആയിരുന്നു. അവിടെയായിരുന്നു എൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങൾ മുഴുവൻ. വർഷങ്ങളോളം ഞാൻ ആ സൺഡേ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന വളരെ മനോഹരങ്ങളായ ഭംഗി വയ്ക്കുന്ന ഓർമ്മകൾ എനിക്കിപ്പോൾ ഉണ്ടാവുന്നുണ്ട്. മതപരമായ പേരുകൾക്കപ്പുറം ക്രിസ്മസ് ഒരു ആഗോള സാംസ്കാരിക ഉത്സവമായി മാറിയിരിക്കുകയാണ്. ക്രിസ്മസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. താങ്ക് യു. നമ്മുടെ